മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്താണ്? പിണറായി വിജയനോട് താല്പര്യമില്ല. എനിക്ക് എൽഡിഎഫിനോട് പണ്ടേ മുതലേ എനിക്ക് ആ പാർട്ടി ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് പിണറായി വിജയനോട് പ്രവർത്തനങ്ങളോട് എനിക്ക് യോജിപ്പില്ല. അയാളല്ലെങ്കിൽ ഇത്രയും നാളും ഉണ്ടാക്കിയ വികസനം മുഴുവൻ ഒറ്റയടിക്ക് അത് 5 വർഷത്തിനകം തന്നെ തകർത്ത് തരിപ്പണമാക്കും. അതിന് യാതൊരു സംശയമില്ല. എന്തെങ്കിലും ചെയ്യാനായിട്ടൊരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ വെറുതെ ഒത്തിരി വാചകങ്ങൾ പറയുന്നേ ഉള്ളൂ, ഉള്ളി പൊളിച്ചതുപോലെ ഒന്നുമില്ല. എടുത്തു പറയപ്പെട്ട വികസന ഇതൊക്കെ നമ്മുടെ ഈ സർക്കാരിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ എണ്ണി കൊടുക്കാത്തതുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാം, പിന്നെ എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കല്ല, ഈ കേരള സംസ്ഥാനത്ത് ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം ഏതെല്ലാം മേഖലയിലാണ് വികസനം നടന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പത്രപ്രവർത്തകരായ നിങ്ങൾക്കറിയാം, പിന്നെ എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും അത്രയും വികസനം നടന്നത് കരുണാകരൻ്റെ കാലം മുതലുള്ള ഓർമ്മയുള്ള ആളാണ് ഞാൻ. കോൺഗ്രസ് ഗവൺമെൻറ്റുകളിൽ എന്തെങ്കിലും ചെയ്തിട്ടുള്ള കരുണാകരനേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ കണക്കാണ്. ഉമ്മൻചാണ്ടി വെറും ഒരു മനോരമയുടെ അതുപോലെ മാധ്യമങ്ങളുടെ ഒരു കല്യാണം കൊണ്ട് ഇങ്ങനെ ഏതാണ്ടൊക്കെ ചെയ്തൊന്നും വരുത്തുന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. കൊല്ലാൻ ചെയ്യും, കല്ലിടുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും അറിയാം എന്താണ്, ഒന്നും നടക്കുകയില്ല. പക്ഷേ കല്ലിടും, അതേ ഉണ്ടാകുന്നുള്ളൂ. തന്നെയല്ല വിഴിഞ്ഞ പദ്ധതിയിലൊക്കെ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റിന് വിരുദ്ധമായിട്ടുള്ള എഗ്രിമെൻ്റായിരുന്നു അന്ന് ചെയ്തിരുന്നത്. സ്മാർട്ട് സിറ്റിയുടെ അതേ തന്നെയാണ്, അതൊക്കെ ചെയ്യാറുള്ളൂ. ഇല്ല, ഇത് നമ്മുടെ കേരളത്തിലെ നിലവിലെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം 2 ടൈം കഴിഞ്ഞു. ഇപ്പം മൂന്നാമതൊരു ചാൻസ് വളരെ കുറവാണ്. നിലവിലെ ഒരു പൊളിറ്റിക്കൽ സെനാരിയോ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, കാരണം നമുക്ക് ഒരു രാഷ്ട്രീയമെന്ന് പറഞ്ഞ ഒരു ഒഴുക്ക് പോലെ പോകണം എന്നുള്ളൊരിതാണ്. അത് ഭരിക്കുന്ന പാർട്ടി ആയിക്കോട്ടെ, പ്രതിപക്ഷമായിക്കോട്ടെ, അത് നമ്മുടെ കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ സെനാരിയോ എടുത്ത് നോക്കുമ്പോൾ ഇടതും വലതും മാറി മാറി വരുന്നതാണ്. അപ്പം ഒരാൾ തന്നെ അധികാര കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ മറ്റൊരാൾക്ക് വോയിസ് ഇല്ലാത്തൊരവസ്ഥ എന്നുള്ളൊരു രീതി വരും. പക്ഷെ അത് ബാലൻസ് ചെയ്ത് പോകണം. അത് പ്രതിപക്ഷത്ത് നിൽക്കുന്നവർ നാളെ ഭരണപക്ഷത്ത് വരണം, ഇന്നത്തെ ഭരണപക്ഷം നാളത്തെ പ്രതിപക്ഷമാണ്. എങ്കിൽ മാത്രമേ അവിടെ ഒരു ഒഴുക്കുണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ പോലെയാവും. അതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പിന്നെ കേരളം വിറ്റ് മുഴിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം വല്ലതും കാണുമോ? പിന്നെ കേരളത്തിൽ ഒന്നും കാണിയാലേ. ഇപ്പം തന്നെ എന്നാ ഉള്ളത്? ഇപ്പം തന്നെ എന്നാ കാണിക്കുന്നത്? ഗുണ്ടായിസല്ലേ കാണിക്കുന്നത് കേരളത്തിൽ, അല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? അത്രയൊക്കെ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ. ഇല്ല, ഇനി താല്പര്യമില്ല. കാരണം ഒരു സാധാരണപ്പെട്ടവർക്കൊന്നും ഒരുമാതിരി ബുദ്ധിമുട്ടാണ്. സാധാരണ ആൾക്കാർക്കൊക്കെ പ്രയോജനം ഇല്ല. ഇനി വരാൻ സാധ്യത കുറവാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത്ര ഭരണം മടുത്തു, ആൾക്കാരെല്ലാം മടുത്ത്. ഇപ്പോൾ 10 വർഷമായില്ലേ, ഇനിയിപ്പോൾ ഒന്ന് മാറി വന്നാൽ കൊള്ളാവുന്നുണ്ട്. അവർ ഭരിക്കല്ലേ നല്ലത്. പിണറായി വിജയൻ ഭരിക്കുന്നതാണ്. പിന്നെ എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പം അടുത്ത കയറിയിട്ടുന്ന കാര്യമിരിക്കുന്നത്, അടുത്ത കയറിയിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ആര് വന്നാലും നമ്മൾ സ്വീകരിക്കാതിരിക്കും നോക്കത്തില്ല. പ്രത്യേകിച്ച് നമുക്ക് ആരോടും വലിയ താല്പര്യമൊന്നുമില്ല, വലിയ പരിപാടി രാഷ്ട്രീയക്കാരനൊന്നുമില്ല. അതുകൊണ്ട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. വന്നാൽ അപ്പോൾ അത് LDF വരുമോ UDF വരുമോ എന്ന് കൃത്യമായിട്ട് പറയുന്നു. ഇപ്പം ജനങ്ങളെല്ലാം പറയുന്നു വീണ്ടും ഒരിക്കൽ കൂടി വരുമെന്ന് പറയുന്നു. ജനസ്വാധീനം എങ്ങനെയാണ്? ലാസ്റ്റ് ഈ 5-6 മാസം കൂടെയുണ്ട്. ചിലപ്പോൾ 6 മാസത്തിനൊക്കെ ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന മേഖലകളുണ്ടെങ്കിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടൊന്നും വിജയിച്ച് നോക്കത്തില്ല. പിണറായി ജില്ലയിൽ ഇടതുപക്ഷേ കയറി വരുള്ളൂ നമ്മുടെ അഭിപ്രായത്തിലേക്ക് ചെയ്യുന്നുണ്ട്. എന്താണ്? അദ്ദേഹത്തിൻ്റെ ഭരണം നല്ല ഭരണമാണ്. എല്ലാവരും പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് കാരണം? അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. വിജയൻ അദ്ദേഹത്തിൻ്റെ പ്രായം കൊണ്ട് ആകാൻ ചാൻസ് ഇല്ലല്ലോ. ഇടതുപക്ഷം വരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെ പോയെന്നാൽ 1 2 കൂടി ആയിക്കോട്ടെ. ഏറ്റവും തകർന്നവരിത്. അത് 100% ശരിയാണ്. പുള്ളിയുടെ മുഖ്യമന്ത്രിയാകുള്ളൂ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇവിടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആഗ്രഹിക്കുന്നില്ല. അതൊരു മോശം ഭരണമാണ് നടക്കുന്നത്. അതുകൊണ്ട് നടക്കാൻ പാടാണ്. പക്ഷേ നേതൃത്വം മാറുവാണെങ്കിൽ, CPM-ൻ്റെ നേതൃത്വം മാറുവാണെങ്കിൽ ചിലപ്പം ഇടതുപക്ഷം ചെയ്യും. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഗ്രൂപ്പുകൾ കളിയാണ് നടക്കുന്നത്. പല ഗ്രൂപ്പുകളാണ് എല്ലാവരും മുഖ്യമന്ത്രി ആകാനായിട്ട് നോക്കി നിൽക്കുക.
അതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം. പിന്നെ പോരാഞ്ഞിട്ടിപ്പം ഇല്ല. എന്താ ഓക്കെ അല്ലേ ജനക്ഷേമ പരിപാടി മാത്രം കണ്ടാൽ പോരെ. ഈ 62 ലക്ഷം പേർക്ക് പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്ന മാത്രം കണ്ടാൽ പോരെ. അവരുടെ കണ്ണ് കണ്ടിട്ടോ, അവരുടെ മുഖം കണ്ടിട്ടുണ്ടോ, അവരുടെ കണ്ണ് നിറയുന്ന കണ്ടിട്ടുണ്ടോ? അത് തന്നെ കാരണം തുറന്നില്ല. അടുത്ത വർഷം അടുത്ത തവണയും പിണറായി തന്നെ മുഖ്യമന്ത്രി എന്ന് പറയും. അത് കോൺഗ്രസ് അതുപോലെ അടിയല്ലേ നടക്കുന്നത്. ആർക്കും സ്വരമയില്ലല്ലോ. ഇപ്പോൾ പറയാൻ പറ്റിയല്ലോ, പ്രകൃതി പോലെ ഇരിക്കും. അല്ല, ഇഷ്ടമാണോ മുഖ്യമന്ത്രി ഇവിടെ വീണ്ടും? ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ പല രീതിയല്ലേ, അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഇപ്പം എനിക്കൊന്നും പറയാനില്ല. അതാണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആവുള്ളൂ. ആഗ്രഹിക്കുന്നത് പുള്ളി ഒരു തീരുമാനം തന്നെയാണ്, അതിനകത്ത് ഉറച്ചു വയ്ക്കും, അതേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.